നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മധുരയിലെ മഹാദേവിയായ മീനാക്ഷി ദേവിയുടെ ദിവ്യകൃപയെ സ്മരിക്കുന്ന മനോഹരമായ സ്തോത്രമാണ് മീനാക്ഷി പഞ്ചരത്നം. ഓരോ ശ്ലോകവും ഓരോ രത്നം പോലെ തിളങ്ങുന്ന ഈ ഒരു സ്തോത്രം കേവലം വരികളല്ല, മറിച്ച് ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ദേവിയിലേക്കുള്ള ദൂരം കുറയ്ക്കുന്ന മന്ത്രങ്ങൾ കൂടിയാണ്. ഐശ്വര്യവും ജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഈ ഒരു സ്തോത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കിന്ന് സഞ്ചരിക്കാം. ആദ്യത്തെ ശ്ലോകം നോക്കാം. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഉദ്യത്ഭാനു സഹസ്രകോടി സദൃശാം കേയൂരഹാരോജ്വലാം ബിംബോഷ്ണി സ്മിതദന്ത പങ്ക്തിരുചിരാം പീതാംബരാലങ്കൃതാം വിഷ്ണു ബ്രഹ്മ സുരേന്ദ്ര സേവിത പദാം തത്വസ്വരൂപാം ശിവാം മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധി. ഇനി നമുക്കിതിന്റെ അർത്ഥം നോക്കാം. ഉദ്യത്ഭാനു സഹസ്രകോടി. ഉദ്യത്ഭാനു ഉദിച്ചുയരുന്ന, സഹസ്രം, സഹസ്രം എന്നാൽ 1000. ഉദ്യത്ഭാനു സഹസ്രകോടി എന്ന് പറയുമ്പോൾ ഉദിച്ചുയരുന്ന 1000 കോടി സൂര്യന്മാർ, സദൃശാം, സദൃശാം തുല്യമായവൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഉദിച്ചുയരുന്ന 1000 കോടി സൂര്യന്മാരെ പോലെ. കേയൂരഹാരോജ്വലാം. കേയൂരഹാരോജ്വലാം എന്നാൽ തോൾവളകളാലും മാലകളാലും തിളങ്ങുന്നവളും. ബിംബോഷ്ടി. ബിംബോഷ്ടിം എന്നാൽ കോവപ്പഴം പോലെ ചുവന്ന അധരങ്ങളുള്ളവളും. സ്മിതദന്ത പങ്ക്തി. സ്മിതം, സുസ്മിതം എന്നൊക്കെ പറയുന്നത് പുഞ്ചിരിയാണ് അല്ലെ. സ്മിതദന്ത പങ്ക്തി, പുഞ്ചിരിക്കുന്ന. ദന്തം എന്നാൽ പല്ലുകൾ. അപ്പം സ്മിതദന്ത പങ്ക്തി, പുഞ്ചിരിക്കുന്ന പല്ലുകളുടെ നിര. ദേവിയുടെ ചിരിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ രുചിര, മനോഹരമായി ചിരിക്കുന്നവളാണ് ദേവി. പീതാംബരാലങ്കൃത. പീതാംബരം എന്നാൽ മഞ്ഞ നിറമാണ് അല്ലെ. അപ്പൊ മഞ്ഞ നിറത്തിലുള്ള പട്ടുടുത്തവളും. വിഷ്ണു ബ്രഹ്മ സുരേന്ദ്ര സേവിത പദ. വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനാൽ പോലും വന്ദിക്കുന്ന പാദങ്ങളുള്ളവളും. തത്വസ്വരൂപാം, സത്യത്തിന്റെ തന്നെ രൂപമായവളും. ശിവാം, മംഗളകാരിയായവളും. മീനാക്ഷിയും പ്രണതോസ്മി, അങ്ങനെയുള്ള മീനാക്ഷിയെ ഞാൻ പ്രണമിക്കുന്നു. സന്തതമഹം, എല്ലായ്പ്പോഴും. കാരുണ്യ വാരാം നിധിയും, കാരുണ്യത്തിന്റെ കടലായവൾ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അർത്ഥം? ഉദിച്ചുയരുന്ന 1000 കോടി സൂര്യന്മാരുടെ പ്രകാശമുള്ളവളും മനോഹരമായ പുഞ്ചിരിയോടും മഞ്ഞപ്പട്ടിനാലും വിളങ്ങുന്നവളുമാണ് ദേവി. വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും വന്ദിക്കുന്ന കാരുണ്യത്തിന്റെ മഹാസമുദ്രമായ ആ മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എല്ലാ ശ്ലോകത്തിലും മീനാക്ഷിയും പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധിയും എന്ന അവസാനത്തെ വരി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. കാരുണ്യത്തിന്റെ മഹാസമുദ്രമായ ആ മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു എന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: മുക്താഹാരലസത് കിരീടരുചിരാം പൂർണേന്ദു വക്തപ്രഭാം ഷിഞ്ചന്നൂപുര കിങ്കിണീ മണിധരാം പത്മപ്രഭാഭാസുരാം സർവാഭീഷ്ടഫലപ്രദാം ഗിരിസുധാം വാണീരമാസേവിതാം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധീം. നമുക്കിതിന്റെ അർത്ഥം നോക്കാം. മുക്താഹാര ലസത് കിരീട. മുത്തുമാലകളാലും തിളങ്ങുന്ന കിരീടത്താലും സുന്ദരിയായവളും. പൂർണേന്ദു ഭക്തപ്രഭ. പൂർണേന്ദു, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവളും. ഷിഞ്ചന്നൂപുര, കുലുങ്ങുന്ന പാദസരങ്ങൾ അണിഞ്ഞവളും. കിങ്കിണീ മണിധര, മണികളോടുകൂടിയ അരഞ്ഞാണം ധരിച്ചവളും. പത്മപ്രഭാഭാസുര, താമരയുടെ ശോഭയോടെ വിളങ്ങുന്നവളും. സർവാഭീഷ്ടഫലപ്രദം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നവൾ. അതാണ് സർവാഭീഷ്ടഫലപ്രദം. ഗിരിസുധാം. ഗിരി എന്നാൽ പർവ്വതമാണ് അല്ലെ. ഗിരി എന്നാൽ പർവ്വതം. അപ്പൊ ഗിരിസുധാം എന്നാൽ പർവ്വതരാജന്റെ പുത്രിയായ പാർവതി ദേവിയായ മീനാക്ഷി. വാണീരമാസേവിത. വാണീരം, മീനാപാണി അല്ലെ. സരസ്വതിയാലും ലക്ഷ്മിയാലും സേവിക്കപ്പെടുന്നവളുമായിട്ടുള്ള മീനാക്ഷി ദേവിയെ പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധിയും. അങ്ങനെയുള്ള മീനാക്ഷി ദേവിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അർത്ഥം? രത്നകിരീടവും മുത്തുമാലകളും അണിഞ്ഞ് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവളാണ് ദേവി. കിലുങ്ങുന്ന പാദസരങ്ങൾ അണിഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുന്ന ലക്ഷ്മി സരസ്വതിമാരാൽ പോലും ആരാധിക്കപ്പെടുന്ന ആ ഗിരിപുത്രിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം.
മൂന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം ഹ്രീങ്കാര മന്ത്രോജ്വലാം ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതീം ശ്രീമത് സഭാനായികീം ശ്രീമത് ഷൺമുഖ വിഘ്നരാജജനനീം ശ്രീമത് ജഗത്മോഹിനീം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധി. ഇനി നമുക്കിതിന്റെ അർത്ഥം നോക്കാം. ശ്രീവിദ്യാം, ശ്രീം എന്ന പവിത്രമായ അറിവിന്റെ സ്വരൂപം. ശിവവാമഭാഗനിലയാം, ശിവന്റെ ഇടതുവശത്ത് വസിക്കുന്നവളാണ് ദേവി. ഹ്രീങ്കാര മന്ത്രോജ്വല, ഹ്രീം എന്ന മന്ത്രത്താൽ, ഹ്രീം എന്ന ബീജമന്ത്രത്താൽ പ്രകാശിക്കുന്നവളാണ് ദേവി. ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതി, ശ്രീചക്രത്തിന്റെ ബിന്ദുവിന് നടുവിൽ വസിക്കുന്നവളും ശ്രീമത് സഭാനായികി, മധുരയിലെ രാജസഭയുടെ നായികയുമായ ഷൺമുഖ വിഘ്നരാജജനനി, ഷൺമുഖന്റെയും സുബ്രഹ്മണ്യന്റെയും വിഘ്നരാജനായ ഗണപതിയുടെയും മാതാവും ജഗത് മോഹിനിയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ വശീകരിക്കുന്നവളുമായ ജഗത് മോഹിനിയുമായ മീനാക്ഷിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇതിന്റെ അർത്ഥം? ശിവന്റെ പകുതിയായ ദേവി ശ്രീവിദ്യാരൂപിണിയും ഹ്രീങ്കാര മന്ത്രത്തിന്റെ ചൈതന്യവുമാണ്. ശ്രീചക്രത്തിന്റെ കേന്ദ്രത്തിൽ വസിക്കുന്നവളും ഈ പ്രപഞ്ചത്തെ ആകെ മോഹിപ്പിക്കുന്നവളും ഗണപതി സുബ്രഹ്മണ്യന്മാരുടെ മാതാവുമായ മീനാക്ഷിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു എന്നതാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അടുത്ത നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നാലാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ശ്രീമത് സുന്ദരനായകീം ഭയഹരാം ജ്ഞാനപ്രദാം നിർമ്മലാം ശ്യാമാഭാം കമലാസനാർച്ചിത പദാം നാരായണസ്യാനുജാം വീണാവേണു മൃദംഗവാദ്യരസികാം നാനാവിധാഡംബരാം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധി. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. ശ്രീമത് സുന്ദരനായികി, സുന്ദരേശന്റെ പ്രിയതമയായ പത്നി അല്ലെ. സുന്ദരേശൻ എന്നാൽ ഭഗവാൻ ശിവൻ, ശിവന്റെ സുന്ദരേശന്റെ പ്രിയതമയും. ഭയഹരാം, ഭയത്തെ, ഹര എന്നാൽ ഇല്ലാതാക്കുന്നവൾ, ഭയഹരാം ഭയത്തെ ഇല്ലാതാക്കുന്നവളും. ജ്ഞാനപ്രദാം, ജ്ഞാനം എന്നാൽ അറിവ്, അറിവ് നൽകുന്നവളും. നിർമ്മലാം, നിർമ്മലമെന്നാൽ പരിശുദ്ധയായവളും. ശ്യാമാഭാം, ശ്യാമവർണ്ണമുള്ളവളും. കമലാസനാർച്ചിത പദാം, ബ്രഹ്മാവിനാൽ, കമലാസനൻ എന്നാൽ ഇവിടെ ബ്രഹ്മാവ്, ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്ന പാദങ്ങൾ ഉള്ളവളും. നാരായണസ്യാനുജാം, മഹാവിഷ്ണുവിന്റെ സഹോദരിയും. വീണാ വേണു മൃദംഗ വാദ്യരസിക, വീണ, വേണു, മൃദംഗം എന്നിങ്ങനെയുള്ള വാദ്യസംഗീതം ആസ്വദിക്കുന്നവളും. നാനാവിധാഡംബരാം, നാനാവിധത്തിലുള്ള, പല വിധത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞവളുമായിട്ടുള്ള അങ്ങനെയുള്ള മീനാക്ഷിയെ ഞാൻ നമിക്കുന്നു. നമുക്ക് എങ്ങനെ പറയാം? ഭയത്തെ നീക്കി ജ്ഞാനം നൽകുന്നവളും സുന്ദരേശന്റെ പ്രിയതമയുമാണ് ദേവി. വീണ, പുല്ലാങ്കുഴൽ, മൃദംഗം തുടങ്ങിയ വാദ്യസംഗീതം ആസ്വദിക്കുന്നവളും വിഷ്ണുവിന്റെ സഹോദരിയുമായിട്ടുള്ള നാനാവിധത്തിലുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നാനാവിധത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന അങ്ങനെയുള്ള മീനാക്ഷിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു എന്നതാണ് നാലാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നാനായോഗി മുനീന്ദ്ര ഹൃദ്യവസതീം നാനാർത്ഥ സിദ്ധിപ്രദാം നാനാ പുഷ്പ വിരാജിതാംഘ്രിയുഗലാം നാരായണേനാർച്ചിതാം നാഥ ബ്രഹ്മമയീം പരാപരതരാം നാനാർത്ഥ തത്വാത്മികാം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധീം. ഇനി നമുക്കിതിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. നാനായോഗി മുനീന്ദ്ര ഹൃദ്യവസതീം, യോഗികളുടെയും മുനിമാരുടെയും ഒക്കെ ഹൃദയത്തിൽ വസിക്കുന്നവളും. നാനാർത്ഥ സിദ്ധിപ്രദാം, സകല വിജയങ്ങളും സിദ്ധികളും ഒക്കെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. നാനാ പുഷ്പ വിരാജിതാംഘ്രിയുഗലാം, നാനാവിധ പലതരത്തിലുള്ള പുഷ്പങ്ങളാൽ ശോഭിക്കുന്ന പാദങ്ങളോട് കൂടിയവളും. നാരായണേനാർച്ചിത, മഹാവിഷ്ണുവിനാൽ ആരാധിക്കപ്പെടുന്നവളും. നാഥ ബ്രഹ്മമയീം, ശബ്ദമാകുന്ന ഈ ബ്രഹ്മത്തിന്റെ തന്നെ രൂപമായവളും. പരാപരധരാം, പരമമായ സത്യവും. നാനാർത്ഥ തത്വാത്മികാം, സകല തത്വങ്ങളുടെയും സാരമായവളുമായിട്ടുള്ള മീനാക്ഷി ദേവിയെ ഞാൻ നമിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവളും സകല സിദ്ധികളും നൽകുന്നവളുമാണ് മീനാക്ഷി. നാദബ്രഹ്മസ്വരൂപിണിയും സകല തത്വങ്ങളുടെയും അന്തസത്തയുമായ ഭഗവാൻ നാരായണൻ പോലും ആരാധിക്കുന്ന ആ പരാശക്തിയെ ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു എന്നതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ 5 ശ്ലോകവും അതിന്റെ അർത്ഥവും പറഞ്ഞു കഴിഞ്ഞു.
ഈ 5 ശ്ലോകവും നമ്മൾ നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഫലശ്രുതി പറയാം. ഈ 5 രത്നതുല്യമായ ശ്ലോകങ്ങള് ആര് ഭക്തിയോടെ ജപിക്കുന്നുവോ അവർക്ക് ദേവി സർവ്വ സൗഭാഗ്യങ്ങളും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കുന്നു എന്നതാണ് ഇതിന്റെ ഫലശ്രുതി. ഇനി നമുക്കിതിന്റെ ഗുണഫലങ്ങൾ നോക്കാം. ഭയനിവാരണം, വിദ്യാവിജയം, ഐശ്വര്യലബ്ധി, മനസമാധാനം, മാംഗല്യഭാഗ്യം തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ ഗുണഫലങ്ങള്. ഇനി നമുക്കിതിന്റെ ജപവിധി നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ജപിക്കുന്നത് നല്ലതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വന്നിരുന്ന് ഒരു നിലവിളക്ക് കൊളുത്തി നമുക്ക് കിഴക്ക് വശത്തേക്കോ വടക്കോട്ടോ നോക്കിയിരുന്ന് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. മീനാക്ഷി പഞ്ചരത്നം ദിവസവും 1 തവണയോ 3 തവണയോ ജപിക്കാവുന്നതാണ്. വിശേഷ ദിവസങ്ങളിൽ 11 തവണ ജപിക്കുന്നതും ഇരട്ടി ഫലം നൽകുമെന്നും വിശ്വസിക്കുന്നു. ജപത്തിന് ശേഷം ദേവിയുടെ പാദങ്ങളിലെ പൂക്കളോ ചന്ദനമോ അർപ്പിച്ച് പ്രണമിക്കുന്നത് വഴിയാണ് ജപം പൂർണ്ണമാകുന്നത്. അപ്പം വീട്ടില് ദേവിയുടെ ഫോട്ടോ ഇല്ലാത്തവര് നിലവിളക്കിന്റെ താഴ്ഭാഗത്ത് തന്നെ പൂക്കൾ സമർപ്പിച്ചാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി, നമസ്കാരം.